വെൽക്കം ടു 7 Day Miracle ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും കൗതുകകരമായ ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ 1000 സ്ത്രീകളുടെ ഇടയിൽ നിന്നും ഒരാളിലേക്ക് മാത്രം ആകർഷിക്കപ്പെടുന്നത്? ഇതിനു പിന്നിൽ കേവലം സൗന്ദര്യം മാത്രമല്ല, അതിസങ്കീർണമായ മനഃശാസ്ത്രവും പരിണാമപരമായ കാരണങ്ങളുമുണ്ട്. കേവലം ഒരു അറിവ് എന്നതിലുപരി നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന പ്രായോഗികമായ ട്രിക്കുകളും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കോൺഫിഡൻസ് ഇസ് ദ കീ. ആത്മവിശ്വാസം എന്നത് ഒരു വസ്ത്രം പോലെ ധരിക്കാൻ കഴിയുന്ന ഒന്നല്ല, അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തന്നിലുള്ള വിശ്വാസം മറ്റുള്ളവരിലേക്ക് ഒരു പോസിറ്റീവ് വൈബ് പ്രസരിപ്പിക്കും. ഹാലോ ഇഫക്റ്റ് എന്ന പ്രതിഭാസം അനുസരിച്ച് ഒരാൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ അവർ ബുദ്ധിമാന്മാരും ദയുള്ളവരുമാണെന്ന് മറ്റുള്ളവർ സ്വയം വിശ്വസിക്കും. പുരുഷന്മാർ പൊതുവെ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന, സ്വയം സ്നേഹിക്കുന്ന സ്ത്രീകളിലേക്ക് എളുപ്പത്തിൽ ആകർഷിക്കപ്പെടും. ഇതിൻ്റെ ശാസ്ത്രീയ വശം പരിശോധിച്ചാൽ ആത്മവിശ്വാസമുള്ള വ്യക്തികൾക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കൂടുതൽ കരുത്തുണ്ടാകുമെന്ന പരിണാമപരമായ തോന്നൽ പങ്കാളികളിൽ സുരക്ഷിതത്വബോധം ഉണ്ടാക്കും. ദ മിററിംഗ് എഫക്റ്റ്. മറ്റൊരാളുമായി പെട്ടെന്ന് മാനസികമായി അടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ മാർഗമാണ് മിററിംഗ്. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജോ സംസാര ശൈലിയോ വളരെ സ്വാഭാവികമായ രീതിയിൽ അനുകരിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് തോന്നിപ്പിക്കരുത്. ശാസ്ത്രീയമായി നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോൺസാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമ്മളെപ്പോലെ പെരുമാറുന്ന ഒരാളെ കാണുമ്പോൾ അവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണെന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തീരുമാനിക്കും. ഈ സാമ്യം ഒരു പുരുഷനിൽ നിങ്ങളോട് അറിയാതെ തന്നെ ഒരു താല്പര്യം ജനിപ്പിക്കാൻ സഹായിക്കും. പവർ ഓഫ് എ ജെന്യൂൻ സ്മൈൽ. ഒരു പുഞ്ചിരിക്ക് 1000 വാക്കുകളേക്കാൾ ശക്തിയുണ്ട്. പക്ഷേ അത് വെറും ഒരു കൃത്രിമ പുഞ്ചിരി ആയിരിക്കരുത്. ഡൂഷൻ സ്മൈൽ എന്ന് വിളിക്കപ്പെടുന്ന കണ്ണുകളിൽ വരെ പ്രതിഫലിക്കുന്ന യഥാർത്ഥ പുഞ്ചിരിക്ക് പുരുഷന്മാരെ ആകർഷിക്കാനുള്ള അപാരമായ കഴിവുണ്ട്. മനഃശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പുഞ്ചിരിക്കുന്ന ഒരു മുഖം കൂടുതൽ ആരോഗ്യവതിയായും അപ്രോച്ചബിളായും തോന്നിപ്പിക്കുന്നു എന്നാ. നമ്മുടെ ബ്രെയിനിലെ ഓർബിറ്റോ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗം പുഞ്ചിരിക്കുന്ന മുഖങ്ങളെ ഒരു റിവാർഡായി കണക്കാക്കും. അതുകൊണ്ട് തന്നെ സന്തോഷം പ്രകടിപ്പിക്കുന്ന സ്ത്രീകളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പുരുഷന്മാർ ആഗ്രഹിക്കും. സയൻസ് ഓഫ് സെൻസ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ നമ്മുടെ ബ്രെയിനിലേക്ക് സന്ദേശം എത്തിക്കുന്നത് നമ്മുടെ ഘ്രാണേന്ദ്രിയമാണ്. ഓരോ വ്യക്തിക്കും തനതായ ഒരു ശരീരഗന്ധമുണ്ട്. ഇതിനു പിന്നിൽ ഫെറോമോൺസ് എന്ന രാസവസ്തുക്കളാണ് പ്രവർത്തിക്കുന്നത്. പുരുഷന്മാരുടെ ആകർഷണത്തിൽ സ്ത്രീകളുടെ സ്വാഭാവിക ഗന്ധത്തിന് വലിയ പങ്കുണ്ട്. കൃത്രിമമായ പെർഫ്യൂമുകളേക്കാൾ വ്യക്തിത്വത്തിനിണങ്ങുന്ന മിതമായ സുഗന്ധങ്ങൾ പുരുഷന്റെ ലിംബിക് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുകയും ആ വ്യക്തിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഗന്ധം മറ്റൊരാളിൽ ഗൃഹാതുരത്വമോ താല്പര്യമോ ഉണ്ടാക്കാൻ പ്രാപ്തമാണ്. ദ ഇൻഡിപെൻഡന്റ് ഫാക്ടർ. പുരുഷന്മാർ എപ്പോഴും തങ്ങളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന സ്ത്രീകളെക്കാൾ സ്വന്തമായ നിലപാടുകളും ലക്ഷ്യങ്ങളുമുള്ള സ്ത്രീകളോട് ബഹുമാനം കാണിക്കാറുണ്ട്. ഇതിനെ സ്കേഴ്സിറ്റി പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. എപ്പോഴും ലഭ്യമായ ഒന്നിനേക്കാൾ തൻ്റെതായ തിരക്കുകളും താല്പര്യങ്ങളുമുള്ള ഒരാളെ നേടുക എന്നത് പുരുഷന്മാരിൽ ഒരു ചലഞ്ച് എന്ന നിലയിൽ താല്പര്യമുണ്ടാക്കും. ഇത് ഡോപ്പമൈൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂട്ടും. ഒരു പുരുഷന്റെ ജീവിതത്തിലെ പ്രധാന ഭാഗമാകാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ സ്വന്തം ലോകം കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളുടെ മൂല്യം കൂട്ടും. ഈ കോണ്ടാക്ട് ആൻഡ് വൾനറബിലിറ്റി. കണ്ണുകൾ ആത്മാവിൻ്റെ വാതിലുകളാണെന്ന് പറയാറുണ്ട്. 4 സെക്കൻഡിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ദൃഢമായ ഐ കോണ്ടാക്ട് രണ്ടുപേർക്കിടയിൽ പ്രണയത്തിൻ്റെ വിത്തുകൾ പാകാൻ പര്യാപ്തമാണ്. ഇതിനു പിന്നിൽ ഓക്സിറ്റോസിൻ എന്ന ലവ് ഹോർമോണിൻ്റെ സ്വാധീനമുണ്ട്. സംസാരത്തിനിടയിൽ കണ്ണിന് നേരെ നോക്കി സംസാരിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന പ്രാധാന്യത്തെയും നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും സൂചിപ്പിക്കും. ഇത് പുരുഷനിൽ നിങ്ങളോട് വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടാക്കാൻ സഹായിക്കും. കൈൻഡ്നസ്. സൗന്ദര്യത്തെക്കാൾ ദീർഘകാലം നിലനിൽക്കുന്ന ആകർഷണമാണ് സ്വഭാവ ഗുണം. മറ്റുള്ളവരോട് കരുണയോടും സഹാനുഭൂതിയോടും പെരുമാറുന്ന സ്ത്രീകളെ പുരുഷന്മാർ സബ് കോൺഷ്യസ് മൈൻഡിനാൽ മികച്ച പങ്കാളികളായി കാണും. പരിണാമ സിദ്ധാന്ത പ്രകാരം ദയുള്ള സ്ത്രീകൾ നല്ല അമ്മമാരായിരിക്കുമെന്ന ഒരു ധാരണ പുരുഷന്മാരുടെ DNA തന്നെ ലയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പെരുമാറ്റത്തിലെ എളിമയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഒരു പുരുഷനെ നിങ്ങളിലേക്ക് ആഴത്തിൽ അടുപ്പിക്കും. ആക്റ്റീവ് ലിസണിങ്. എല്ലാവരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാ, എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കാൻ വളരെ കുറച്ചു പേർക്കേ കഴിയൂ. ഒരു പുരുഷൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് തടസ്സപ്പെടുത്താതെ അയാൾ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കുന്നത് അയാളിൽ വലിയൊരു മതിപ്പുണ്ടാക്കും. ഇതിനെ വാലിഡേഷൻ എന്ന് വിളിക്കും.
തൻ്റെ വാക്കുകൾക്ക് വില നൽകുന്ന ഒരാളോട് ആർക്കും താല്പര്യം തോന്നും. ഇത് പങ്കാളികൾക്കിടയിൽ പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുകയും ബന്ധം ദൃഢമാക്കുകയും ചെയ്യും. പവർ ഓഫ് ഹ്യൂമർ. ചിരിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീകളെ പുരുഷന്മാർ വളരെയധികം ഇഷ്ടപ്പെടും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി തമാശകൾ ആസ്വദിക്കാൻ കഴിയുന്ന സ്ത്രീകളോടാണ് പുരുഷന്മാർക്ക് കൂടുതൽ ആകർഷണം തോന്നാറുള്ളത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരുമിച്ച് ചിരിക്കുമ്പോൾ ശരീരം എൻഡോർഫിൻസ് പുറപ്പെടുവിക്കും. ഇത് സ്ട്രെസ് കുറയ്ക്കുകയും ഇരുവർക്കുമിടയിൽ ഒരു പോസിറ്റീവ് ബോണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. തൻ്റെ തമാശകൾ ആസ്വദിക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ ഇരിക്കുമ്പോൾ താൻ അംഗീകരിക്കപ്പെടുന്നു എന്ന തോന്നല പുരുഷനിൽ ഉണ്ടാവുന്നത്. ദ എലിമെന്റ് ഓഫ് മിസ്റ്ററി. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എല്ലാം തുറന്നു പറയുന്നതിനേക്കാൾ അല്പം നിഗൂഢത നിലനിർത്തുന്നത് ആകർഷണം കൂട്ടും. സൈക്കോളജിയിൽ ഇതിനെ സൈഗാർനിക് എഫക്റ്റ് എന്ന് വിളിക്കും. അതായത് പൂർത്തിയാകാത്ത കാര്യങ്ങൾ ഓർമ്മയിൽ കൂടുതൽ കാലം നിലനിൽക്കും. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ പുരുഷനെ നിലനിർത്തുന്നത് നിങ്ങളിലേക്കുള്ള അയാളുടെ താല്പര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മൈ ഡിയർ ഫ്രണ്ട്, ആകർഷണം എന്നത് കേവലം ഭാഗ്യം കൊണ്ട് കിട്ടുന്നതല്ല. അത് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയും ചിന്താഗതിയിലൂടെയും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് എന്നതാണ്. നിങ്ങളായിരിക്കുമ്പോൾ തന്നെ പോസിറ്റീവായ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നത് നിങ്ങളെ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാക്കും. ഇതിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പൊതുവായ മനഃശാസ്ത്രപരമായ പഠനങ്ങളെയും നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓരോ വ്യക്തിയുടെയും താല്പര്യങ്ങളും പെരുമാറ്റ രീതികളും വ്യത്യസ്തമായിരിക്കും. അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരിലും ഒരേപോലെ പ്രവർത്തിക്കണമെന്നില്ല. ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ വ്യക്തിത്വ വികസനത്തിനോ ഉള്ള ഒരു പ്രാഥമിക മാർഗനിർദ്ദേശം മാത്രമായി ഇത്. ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്കോ റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങിനോ ദയവായി ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുക. ഈ വോയിസ് ഓവർ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.